ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഇതാ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ദൂരമുണ്ട് പള്ളിയിലേക്ക് എത്താനായിട്ട്. ഇവിടെ തന്നെ ബ്ലോക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ. രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ചിലപ്പോൾ ബ്ലോക്ക് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളക്കെട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ഇതാ മന്നേനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. മിന്നു പിന്നെ തന്നെ റെഡി ആയിക്കോളും, അവളുടെ കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്തോളും. പിന്നെ ഇതാ ഞാനും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചേട്ടായിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ചേട്ടായും കൂടി കുളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. രാത്രി മുഴുവൻ മഴ ആയതുകൊണ്ട് പള്ളി പോകണോ വേണ്ടയോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനിൽ ഇരുന്നതാണ് കേട്ടോ. പിന്നെ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയേക്കാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പോയില്ലായിരുന്നു, അതുകൊണ്ടൊന്ന് പോയേക്കാമെന്ന് കരുതി പോകുന്ന കേട്ടോ ഈ കാണുന്നത്. ചിലപ്പോഴൊക്കെ ചേട്ടായിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുപോലെ ഈവനിങ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും ചില സമയത്തൊക്കെ പോവുള്ളൂ. പള്ളിയും അതേപോലെ തന്നെ സൺഡേ സ്കൂളും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു നേരവും, പിന്നെ തല്ലിപ്പടിച്ച് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കഴിയുന്നതും ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാത്തത്. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഒട്ടും തന്നെ പോകാനും പറ്റില്ല. പള്ളി പോണ ദിവസം ഞാനും ചേട്ടായി ഒന്നും തന്നെ കഴിക്കാറില്ല, ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. പിള്ളേർക്ക് പിന്നെ ഒരു ഗ്ലാസ് ചായയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടാട്ടോ ഞാൻ കൊണ്ടുപോകാറ്. കാരണം അത്രയും നേരം നിൽക്കേണ്ടതല്ലേ. വലിയ മഴയൊന്നും ഇല്ലയെന്ന് കരുതി നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷെ പോയ വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നും അല്ലെങ്കിലും ഇങ്ങനെ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചാറ്റൽ മഴയും അതേപോലെ തന്നെ കുറച്ചും കൂടി ശക്തിയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പള്ളിയിൽ എത്തിയിട്ടും മഴ തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കൂടെ തന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമുക്ക് രാവിലെ തന്നെ പള്ളിയിലെത്താൻ വേണ്ടി.